ഈയിടെ കമൻറ്റ് ബോക്സിൽ കോമൺ ആയിട്ട് വരുന്നൊരു ചോദ്യമായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്പർ പ്ലേറ്റ് ഹൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. നമ്പർ പ്ലേറ്റിൻ്റെ ബോർഡ് നമ്മുടെ അടുത്തുണ്ട്, നമുക്കിത് ഹൈഡ് ചെയ്യേണ്ട രീതിയും എല്ലാം നമുക്കറിയാം. പക്ഷേ നമ്മൾ നമ്പർ പ്ലേറ്റ് ഹൈഡ് ചെയ്യില്ല, റബ്ബർ പൊട്ടിപ്പോയി. നമ്പർ പ്ലേറ്റ് എന്തുകൊണ്ടാണ് എന്തിനാണ് നമ്പർ പ്ലേറ്റ് ഹൈഡ് ചെയ്യുന്നത്? നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യാം, അതായത് മറച്ചു വെക്കണം. ഹൈഡ് എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കാൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നമ്പർ പ്ലേറ്റ് കവർ ചെയ്ത് നമ്മുടെ ബോർഡൊക്കെ വെച്ച് ചെയ്യേണ്ടത്. അത് 2-3 കാര്യങ്ങൾക്കുണ്ട്. ഒന്ന്, വാഹനത്തിൻ്റെ സർവീസ് ഹിസ്റ്ററി. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു വാഹനത്തിൻ്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു നമ്പർ എടുത്ത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്, അത് എത്രാമത്തെ ഓണർഷിപ്പാണ് കാര്യങ്ങളെല്ലാം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വാഹന സൈറ്റിൽ നിന്ന് നിങ്ങൾ ഈ ഒരു നമ്പർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വമേധയാ എടുക്കാൻ പറ്റും. ഇത്തരം സൗകര്യം ഉണ്ടായിട്ട് പലരുടെയും വീഡിയോസിൻ്റെ ഇടയിലും നമ്പർ പ്ലേറ്റ് എന്തിനാണ് ഹൈഡ് ചെയ്യുന്നത്, അതെന്തിനായിരിക്കും? പലരുടെയും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതായാലും നമ്മുടെ വാഹനങ്ങൾക്കകത്ത്, നമ്മുടെ വാഹനങ്ങൾ വീഡിയോ ചെയ്യുന്നതിനകത്ത് ഒരിക്കലും നമ്മൾ നമ്പർ പ്ലേറ്റ് ഹൈഡ് ചെയ്യില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്വമേധയാ അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പർ പ്ലേറ്റ് ഹൈഡ് ചെയ്യാത്തത്. പിന്നെ ചില സാഹചര്യങ്ങളിൽ ചില കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഞങ്ങളുടെ വാഹനം പുറത്തുള്ള ആൾക്കാർക്ക് സെയിൽ ചെയ്യുന്നത് മറ്റാൾ അറിയരുത് എന്നൊക്കെ അവർ സ്പെഷ്യൽ റിക്വസ്റ്റ് വല്ലതും ചെയ്യാറുണ്ട്. അങ്ങനത്തെ കേസുകൾക്ക് മാത്രം നമ്മൾ നമ്പർ പ്ലേറ്റ് ഹൈഡ് ചെയ്യേണ്ടിയുള്ളൂ. ഇനി ചില കേസുകളിൽ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൈസ് കുറച്ചിട്ട് ചില വാഹനങ്ങൾ വിൽക്കും. ആ വിൽക്കുന്ന വാഹനങ്ങൾ നമ്മൾ നാളെ വാങ്ങിയ ആൾ നാളെ വിൽക്കാൻ ചെല്ലുന്ന സമയത്ത് ഇത് ഞാൻ പണ്ട് ട്രൂ ചോയ്സിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്ന വാഹനം, അത് അത്ര നിങ്ങൾക്ക് വില കുറച്ച് കിട്ടിയ വാഹനമല്ലേ എന്നുള്ള ആ ഒരു നെഗറ്റീവ് വരാതെക്കാൻ വേണ്ടി അങ്ങനത്തെ 2 സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മൾ നമ്പർ പ്ലേറ്റ് ഹൈഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാത്ത ഒരു സാഹചര്യം നമുക്ക് നമ്പർ പ്ലേറ്റ് ഹൈഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഹൈഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്പർ പ്ലേറ്റ് ഹൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അടിപൊളി XUV നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2012 മോഡലിൽ നിൽക്കുന്ന ചെറിയ ബഡ്ജറ്റിൽ 7 സീറ്റ് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും ഒരു സൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് W8 എന്ന ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. W8 എന്ന ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഫസ്റ്റത്തെ ലുക്കിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, അതേപോലെ അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നു, മിറർ ഫോൾഡിംഗ് വരുന്നു, ഓട്ടോ ക്ലൈമറ്റ് AC, ക്രൂയിസ് കൺട്രോൾ, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, ABS തുടങ്ങിയ എയർ ബാഗിന് കൊണ്ട് 8 എയർ ബാഗ് കണ്ടാണ് ഇതിനകത്ത് വരുന്നത്. സെൻട്രൽ ലോക്കിംഗ്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന വാഹനം. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ ഇതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് സപ്പോർട്ടോട് കൂടി നല്ല ലെതറിനോട് സീറ്റ് കവർ അഡീഷണലി പുതുതായിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ഇന്റീരിയർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. നമുക്കൊരു ഹൈറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നൊരു ഫീലാണ് ഈ ഒരു 7 സീറ്റ് വാഹനത്തിന്, ഈ ഒരു XUV എന്നുള്ള വാഹനത്തിൻ്റെ ആ കോക്പിറ്റ് സീറ്റിലിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. സീറ്റ് മാക്സിമം നമുക്ക് ഹൈറ്റിലേക്ക് ബുക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കൊരു ബസ്സൊക്കെ ഓടിക്കുന്ന ഒരു ലാഘത്തോട് കൂടി ഓടിക്കാൻ പറ്റിയുള്ള ഒരു വാഹനം. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 2012 ആയി പോലും 14 വർഷമായിട്ടും വാഹനത്തിനകത്ത് കാര്യപ്പെട്ട പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60% ടയേഴ്സ് നോക്കുന്നു. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ ടൈൽ ലൈറ്റിൻ്റെ അവിടെ ചെറിയ ഡാമേജ് ഉണ്ടെന്ന് മാത്രമേ, ചെറിയ പോരായ്മകൾ ബാക്ക് പ്രൊഫൈലിൽ വരികയാണെങ്കിലുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 5,05,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി സിംഗിൾ ഓണർഷിപ്പിൽ പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന തലസ്ഥാന നഗരിയിലെ ഒരു വാഹനം കൂടിയാണിത്. പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി 7 സീറ്റ് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനം. ഇനി ചെറിയ ബഡ്ജറ്റിൽ സെഡാൻ വാഹനം കൂടി നമ്മളെ പുറകെ കിടക്കുന്നുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ സെഡാൻ വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക്, മൈലേജ് കാര്യങ്ങളെല്ലാം പ്രിഫർ ചെയ്യുന്നവർക്ക്, അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വേണ്ട അങ്ങനത്തെ ഫീച്ചേഴ്സുള്ള വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് പറ്റിയുള്ള ഒരു സെഡാൻ സെഗ്മെൻറ്റ് വാഹനം. പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വാഹനം വരുന്നത് ടാറ്റയുടെ സെസ്റ്റ് എന്ന വാഹനമാണ്. XM എന്നുള്ള വേരിയൻ്റ് നിൽക്കുന്ന വാഹനം. അലോയ് വീൽസ് അടക്കം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. XM എന്ന് പറഞ്ഞാൽ സാധാരണത്തിൽ ടാറ്റ ടിയാഗോലൊക്കെ മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണ്. ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് മാത്രമേ വരാറുള്ളൂ. പക്ഷേ ഇതിനകത്ത് XM-നകത്ത് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ടാറ്റ അന്ന് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലുത് പറയേണ്ടതിൻ്റെ അലോയിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നു, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നു, എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ XUV-യിൽ വരുന്ന എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഏറ്റവും എടുത്ത് കാണിക്കേണ്ടത് ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ്. ഏതാണ് ഇതിൻ്റെ എഞ്ചിൻ എന്നുള്ള റിവോട്രോ എന്നുള്ള എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. വേറെ ഡാമേജ് പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ടർബോ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ള അത്യാവശ്യം നല്ല ബോഡി വെയിറ്റുള്ള, സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനിൽ ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു സെഡാൻ സെഗ്മെൻറ്റ് വാഹനം. ഈ ഒരു വാഹനം നമുക്ക് 2,85,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. അപ്പോൾ 2 വാഹനങ്ങൾ, ഒരു 5 സീറ്റ് സെഡാൻ സെഗ്മെൻറ്റ് വാഹനവും ഒരു 7 സീറ്റിൻ്റെ SUV സെഗ്മെൻറ്റ് വാഹനവും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ വാഹന വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.